മാഡം അച്ഛനാണെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, അപ്പോൾ ഈ ഡ്രോപ്സ് ഒഴിച്ചാൽ മതിയോ? കുഴപ്പമില്ല, പക്ഷെ ഇന്നുകൊണ്ട് കാണിക്കണേ ഒപ്പിയില്ലേ. മിക്ക പ്രായവരുടെ ഒരു കംപ്ലൈന്റ് ആണ് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്. അതിന് വെറും മരുന്ന് മാത്രം ഒഴിച്ചാൽ പോരാ, കാരണം അതിന് പല റീസൺസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ വൺ ഓഫ് ദ മെയിൻ റീസൺ ആണ് നമ്മൾക്ക് ഇവിടെ ഒരു സുഷിരം ഉണ്ടല്ലോ, കണ്ണീന്ന് മൂക്കിലേക്ക് കണ്ണീര് പോകുന്ന ഒരു നാളി. ഒന്നുകിൽ ആ സുഷിരത്തിൻ്റെ അടവാകാം, അല്ലെങ്കിൽ ആ നാളിയുടെ ബ്ലോക്ക് ആവാം. അപ്പം ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സിറിഞ്ചിങ് എന്നൊരു ചെറിയ പ്രൊസീജിയർ വഴി നമുക്ക് ചെയ്തു നോക്കേണ്ടതാണ്. അതുപോലെ ഇവിടുത്തെ ആ സുഷിരം അടവാണെങ്കിൽ നമുക്കതിൻ്റെ വ്യാപ്തി കൂട്ടിക്കൊടുക്കേണ്ടതുമാണ്. മിക്കവർക്കും കണ്ണീര് വരാനുള്ള സാധ്യത ഇതിൻ്റെയാണ്. ഇനി കണ്ണീര് വരുന്നത് പ്രായമായവരുടെ മാത്രം ബുദ്ധിമുട്ടല്ല, ഇപ്പം ഗാഡ്ജറ്റ്സിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ചെറുപ്പക്കാർക്കും ഇതുപോലെ കണ്ണീര് ധാരാളമായി വരാറുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇമവെട്ടലിന്റെ കുറവാണ്. അതായത് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കുമ്പം നമ്മളുടെ നമ്പർ ഓഫ് ടൈംസ് ബ്ലിങ്ക് ചെയ്യുന്ന റേറ്റ് കുറയും. ആ ഓരോ ബ്ലിങ്കിങ്ങിലുമാണ് കണ്ണീര് സർക്കുലേറ്റ് ചെയ്യുന്നത്.